السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇൻഷാ അല്ലാഹു തആല അടുത്ത ജുമാ മുതൽ അഹ്മദിയ ജമാഅത്ത് ബ്രിട്ടന്റെ ജൽസ സാലാന ആരംഭിക്കുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജൽസ സാലാനയിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അതിഥികൾ വരാൻ തുടങ്ങിയിരിക്കുന്നു. അള്ളാഹു ജൽസ സാലാനയുടെ സംഘാടകർക്ക് ജൽസയിൽ വരുന്ന അതിഥികൾക്ക് അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരാണെങ്കിലും ശരി, അല്ലെങ്കിൽ ബ്രിട്ടന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരാണെങ്കിലും ശരി, ഉത്തമമായ നിലയിൽ സേവനം ചെയ്യാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജൽസയിൽ വരുന്ന അതിഥികളെ സേവിക്കുന്നതിനായി ബ്രിട്ടന്റെ വിദൂര പ്രദേശങ്ങളിൽ നിന്ന് വൃദ്ധരും യുവാക്കളും കുട്ടികളും സ്ത്രീകളും തങ്ങളെ സ്വയം സന്നദ്ധ സേവനത്തിനു വേണ്ടി സമർപ്പിക്കുന്നു. പങ്കെടുക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് ജൽസയുടെ സംവിധാനങ്ങളും വർദ്ധിക്കുന്നു, സേവകരുടെ ആവശ്യവും കൂടുതലായി ഉണ്ടാകുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഒരു വിധത്തിലുള്ള പ്രയാസവും ഇല്ലാതെ സന്തോഷത്തോടുകൂടി കുട്ടികളും യുവാക്കളും സ്ത്രീകളും പുരുഷന്മാരും തങ്ങളെ സേവനത്തിനായി സമർപ്പിക്കുന്നു. കൂടുതൽ യുവാക്കളും കുട്ടികളും ഈ സേവനം ചെയ്തതിനു ശേഷം മനസ്സിലാക്കുന്നത് ഇത് അള്ളാഹുവിന്റെ വലിയ ഒരു അനുഗ്രഹവും ഔദാര്യവുമാണ്. അവൻ ഞങ്ങൾക്ക് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അതിഥികളെ സേവിക്കാനുള്ള അവസരം നൽകിയിരിക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഇത് ജമാഅത്ത് അംഗങ്ങളുടെ പ്രകൃതമായി മാറിയിരിക്കുന്നു. ജമാഅത്തിലെ എല്ലാ വിഭാഗവും എല്ലാ പ്രായത്തിലെ അംഗങ്ങളും ജൽസ സാലാനയിലെ അതിഥികളുടെ സേവനം ചെയ്യണം. കഴിഞ്ഞ ആഴ്ച വെള്ളി മുതൽ ഞായർ വരെ അഹ്മദിയ ജമാഅത്ത് അമേരിക്കയുടെ ജൽസയായിരുന്നു. അവിടെയും അവരുടെ പ്രോഗ്രാം ഇന്റർനെറ്റിലൂടെ വന്നിരുന്നത് യൂട്യൂബിൽ ഉണ്ടായിരുന്നതിൽ നിന്നും ഞാൻ ഒരു ഇന്റർവ്യൂ കണ്ടു. ഇന്റർവ്യൂ എടുക്കുന്ന ആൾ ഖുദാമുൽ അഹ്മദിയയുടെ ഒരു ഭാരവാഹിയിൽ നിന്ന് ഇന്റർവ്യൂ എടുത്തു. അദ്ദേഹം പറയുകയായിരുന്നു, എങ്ങനെയാണ് ജൽസ സാലാനയുടെ തയ്യാറെടുപ്പിനായി
ഖുദ്ദാമും സന്നദ്ധ സേവകരും ജോലി ചെയ്തത്. അതിൽ തന്നെ 19-20 വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ ഇന്റർവ്യൂവും ഉണ്ടായിരുന്നു. അവിടെ ജനിച്ചു വളർന്ന കുട്ടി അവനോട് ചോദിച്ചു, उससे सवाल पूछा गया നീ ചെയ്ത ഈ ജോലികളെല്ലാം ഇതിന് പ്രതിഫലമായി നിനക്ക് എന്താണ് ലഭിക്കുക? എത്ര തുക ലഭിക്കും? എത്ര ഡോളർ ലഭിക്കും? ആ ഓഫീസറോടും ഈ ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ഇതേ മറുപടിയാണ് നൽകിയത്. ആ യുവാവിന്റെയും മറുപടി ഇത് തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ അമേരിക്കയിൽ ജനിച്ചു വളർന്ന കുട്ടിയാണ്. ഭൗതിക ചിന്തയാണ് ആ രാജ്യങ്ങളിൽ ഉള്ളത്. പറയുന്നു, हम तो रजाकाराना तौर पर काम करते हैं, ഞങ്ങൾ സന്നദ്ധ സേവനമാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ലഭിക്കുന്ന കൂലി दुनियादारों की അത് ഭൗതികരുടെ ചിന്തക്ക് അതീതമാണ്. ഞങ്ങൾ हम तो ഈ പ്രവൃത്തി അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രകൃതമാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും വസിക്കുന്ന അഹമ്മദികളുടേത്. അവർ ആഫ്രിക്കക്കാരാണെങ്കിലും ശരി, ये इंडोनेशियन है, ഇന്തോനേഷ്യക്കാരാണെങ്കിലും ശരി, ദ്വീപുകളിൽ വസിക്കുന്നവരാണെങ്കിലും ശരി, പാശ്ചാത്യ പുരോഗമന രാജ്യങ്ങളിൽ താമസിക്കുന്നവരാണെങ്കിലും ശരി, दुनिया की ലോകത്തിന്റെ പ്രാധാന്യങ്ങൾ സ്കൂളുകളിലും കോളേജുകളിലും അവധിയുണ്ടാകുമ്പോൾ, കളിയും തമാശയും വിനോദവും ആകുമ്പോൾ, ഭൗതിക ജോലികൾ ചെയ്യുന്നവരുടെ പ്രാധാന്യം ജോലിയിൽ അവധി ലഭിക്കുമ്പോൾ വിശ്രമവും കുടുംബത്തോടൊപ്പം അവധി ചിലവഴിക്കലും ആകുമ്പോൾ फुर्सतें गुजारना है। ഒരു അഹമ്മദിയുടെ മുൻഗണന തികച്ചും വ്യത്യസ്തമാണ്. അഥവാ ഈ അവധിക്കാലത്ത് ജൽസ സാലാന വരികയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ വിദ്യാഭ്യാസം ഉള്ളവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും, ഓഫീസർമാരും കീഴുദ്യോഗസ്ഥന്മാരും, നൈപുണ്യമുള്ള ജോലിക്കാരും സാധാരണ തൊഴിലാളികളും വിദ്യാർത്ഥികളും തങ്ങളെ സന്നദ്ധ സേവനം എന്ന നിലയിൽ ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ हज़रत मसीह मौद അതിഥികളെ സേവിക്കുന്നതിന് വേണ്ടി സമർപ്പിക്കുന്നു. पेश करते हैं। ലോകത്തിലെ മറ്റു പുരോഗമന രാജ്യങ്ങളിൽ ജൽസകൾ വലിയ വലിയ ഹാളുകളിൽ അല്ലെങ്കിൽ വളരെയധികം സൗകര്യങ്ങൾ ഉള്ള സ്ഥലത്താണ് നടക്കുന്നത്. बहुत सी सहूलतें मुयस्सर हैं, എന്നാൽ लेकिन ബ്രിട്ടനിലെ ജലസ നടക്കുന്നത് അത്തരം ഒരു സ്ഥലത്താണ്. അവിടെ എല്ലാ സംവിധാനവും താൽക്കാലികമായി ഉണ്ടാക്കേണ്ടതായി വരുന്നു. അതോടൊപ്പം തന്നെ സാധ്യമായ എല്ലാ സൗകര്യങ്ങളും എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ, जो भी दी जा सकती है, നൽകാൻ സാധിക്കുമോ അതെല്ലാം ഒരുക്കുകയും വേണം. और फिर അതോടൊപ്പം കൗൺസിലിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു നിബന്ധനയും ഉണ്ട്. ജോലി ആരംഭിക്കുന്നത് മുതൽ ജൽസക്ക് ശേഷം എല്ലാ വസ്തുക്കളും വൈൻഡപ്പ് ചെയ്യാനും ആ സ്ഥലം മുമ്പത്തേതുപോലെ കൃഷിസ്ഥലം ആക്കുന്നതിന് അല്ലെങ്കിൽ ഫാം ലാൻഡ് ആക്കുകയും വേണം. ഈ എല്ലാ ജോലിയും 28 ദിവസത്തിനുള്ളിൽ ചെയ്യണം. ഈ ഒരു അടിസ്ഥാനത്തിൽ ഒരു പരിമിതമായ സമയത്തിനുള്ളിൽ വലിയ വിശാലമായ ജോലി ചെയ്യുന്നതിന് വേണ്ടി വളരെയധികം സന്നദ്ധ സേവകരുടെ ആവശ്യം ഉണ്ട്. ജോലി ആരംഭിച്ച് करने അവസാനിപ്പിക്കേണ്ട സമയം ജോലിയുടെ തരം നോക്കുകയാണെങ്കിൽ ഒരർത്ഥത്തിൽ के लिहाज से, വളരെ ചുരുങ്ങിയ ഒരു സമയമാണ്. എന്നാൽ लेकिन വോളണ്ടിയർമാർ ജോലി ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ 28 ദിവസം അല്ലെങ്കിൽ ചില ജോലികളുണ്ട്. അത് ഇതിനു മുമ്പ് തന്നെ ആരംഭിക്കുന്നു. അത് നേരിട്ട് ജൽസാഗാഹിലായിരിക്കുകയില്ല നടക്കുന്നത്. എന്നാൽ അതിന്റെ തയ്യാറെടുപ്പിനായി ഇതിനും 2-3 ആഴ്ച മുമ്പ് വോളണ്ടിയർമാർ ജോലി ആരംഭിക്കുന്നു. അഥവാ गोया ഇവിടുത്തെ പ്രവർത്തകർ ചിലർ कुछ ऐसे भी हैं തങ്ങളുടെ സമയത്തിന്റെയും ധനത്തിന്റെയും ത്യാഗം ഏകദേശം 1-2 മാസം വരെ ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഉണ്ട്. ഈ കാലം ഒരു മനുഷ്യൻ സന്നദ്ധ സേവനം എന്ന നിലയിൽ ജോലി ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ കാലയളവാണ്. ഈ ഒരർത്ഥത്തിൽ ബ്രിട്ടനിലെ ജൽസയിലെ വാളണ്ടിയർമാർക്ക് कारों को ജൽസയുടെ के काम
പ്രവർത്തികൾക്ക് വേണ്ടിയുള്ള ത്യാഗവും ജൽസയുടെ ഡ്യൂട്ടികളുടെ പ്രാധാന്യവും നല്ലവണ്ണം അറിയാം. एक साल से മുഴുവൻ വർഷങ്ങളായി അവർ ഈ സേവനം ചെയ്യുന്നു. എന്നിരുന്നാലും ഒരുപാട് പ്രവർത്തകർ പുതുതായി പങ്കെടുക്കുന്നവരായി ഉണ്ടാകും. ചിലർക്ക് ജൽസയുടെ ദിവസങ്ങളിൽ നേരിട്ട് അതിഥികളുമായി ബന്ധപ്പെടേണ്ടതായി വരും. वास्ते की ताल्लुक या നേരിട്ട് ബന്ധപ്പെടേണ്ട ഡ്യൂട്ടി ആയിരിക്കും അവർക്കുണ്ടാവുക. ചിലരുടെ ഡ്യൂട്ടി ജൽസയുടെ ദിവസങ്ങളിൽ ആയിരിക്കും ആരംഭിക്കുക. ചിലരുടേത് होगा, जैसा कि मैंने कहा. ഇന്നലെയും ഇന്നുമായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ അതിഥികൾ വരാൻ തുടങ്ങിയതു മുതൽ ഇവരെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുക എന്ന നിലയിൽ ഇപ്പോൾ ഞാൻ സാധാരണ രീതി അനുസരിച്ച് ചുരുങ്ങിയ ചില കാര്യങ്ങൾ പറയുന്നതായിരിക്കും. ചില സമയത്ത് ചിലരുടെ സേവന വികാരം തീർച്ചയായും വളരെ അധികമായിരിക്കും. എന്നാൽ എല്ലാവരുടെയും പ്രകൃതം വ്യത്യസ്തമായിരിക്കും. ചിലരെ വിശാല മനസ്കതയില്ലായ്മ വേട്ടയാടുന്നു. ചിലർക്ക് അറിവില്ലാത്തത് കാരണം ചിലർ അത്തരം കാര്യങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ അവരിൽ നിന്ന് അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നു. അത് അതിഥികളെ സംബന്ധിച്ചിടത്തോളം പ്രയാസത്തിന് കാരണമാകുന്നു. बन सकती. ഓർമ്മപ്പെടുത്തുന്നത് മൂലം സന്നദ്ധ സേവനം ചെയ്യുന്ന പ്രവർത്തകർ സൂക്ഷ്മത കൈക്കൊള്ളുന്നു. കൂടുതൽ ശ്രദ്ധയോടുകൂടി തന്റെ കടമ നിർവഹിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നു. देने की कोशिश करते हैं. അതല്ല എങ്കിൽ मुझे तो പ്രവർത്തകർ में मामूली सा भी സേവന വികാരത്തിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടല്ലാതെ പ്രവർത്തിക്കുന്നില്ല എന്ന കാര്യത്തിൽ എനിക്ക് അല്പം പോലും സംശയം ഇല്ല. होकर उमूमन काम नहीं करते. നിശ്ചയമായും ഈ എല്ലാ പ്രവർത്തകരും സേവന വികാരത്താലാണ് പ്രവർത്തിക്കുന്നത്. ഓർമ്മപ്പെടുത്തുക, ബോധവൽക്കരിക്കുക എന്നതും അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വർഷവും ജൽസക്കു മുമ്പുള്ള ഒരു ജുമായിൽ ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നത്. വിശുദ്ധ ഖുർആനിലും അള്ളാഹു അതിഥികളെ പരാമർശിച്ചുകൊണ്ട് ഹസ്രത്ത് ഇബ്രാഹിം അലഹിസ്സലാമിന്റെ അതിഥി സൽക്കാരത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അതിഥി സൽക്കാരത്തിന്റെ പ്രാധാന്യം പറഞ്ഞു തന്നിരിക്കുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിവിധ അവസരങ്ങളിൽ അതിഥി സൽക്കാരത്തിന്റെ പ്രാധാന്യവും ഈ ഗുണത്തെയും വിവരിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മെ ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹിസ്സലാമും ഈ കാര്യത്തിലേക്ക് പ്രത്യേകം ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. എന്നല്ല, തന്റെ നിയോഗ ഉദ്ദേശങ്ങളിൽ ഒരു ഉദ്ദേശം ദീനിനു വേണ്ടി യാത്ര ചെയ്തു വരുന്ന അതിഥികളെ സൽക്കരിക്കുക എന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു സ്ഥലത്ത് എഴുതുന്നു, तारीफ फरमाते हैं. ഈ സ്ഥാപനത്തിന്റെ മൂന്നാമത്തെ ശാഖ സത്യാന്വേഷണത്തിനായി യാത്ര ചെയ്തു കൊണ്ടുവരുന്നവരും और हक की तलाश के മറ്റു വിവിധ ലക്ഷ്യങ്ങളുമായി വരുന്നവരുമാണ്. और दीगर अगराज मुतफरका से आने वाले हैं. പിന്നീട് പറയുന്നു, फिर फरमाया ഈ ശാഖയും തുടർച്ചയായുള്ള വളർച്ചയിലാണ്, അതായത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അവിടുന്ന് ഇതുകൂടി പറഞ്ഞു, ആയിരക്കണക്കിന് എണ്ണത്തിൽ ഇത്തരം ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ കാദിയാനിലെ ചെറിയ പ്രദേശത്ത് ഒരു വിധത്തിലുള്ള സൗകര്യവും ഉണ്ടായിരുന്നില്ല. इस जमाने में അതിഥികളുടെ അതിഥി സൽക്കാരത്തിനായി ബട്ടാലയിൽ നിന്നോ അമൃത്സറിൽ നിന്നോ ആണ് ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അത്തരം അവസ്ഥകളിൽ ചില സമയത്ത് മനുഷ്യൻ പരവശനായി തീരുന്നു. कि जरिया യാത്രാ സൗകര്യങ്ങളും ഇല്ല. ചില സമയത്ത് കാൽനടയായി പോകേണ്ടതായി വരും. പൊതുവെ കാളവണ്ടിയിലോ കുതിരവണ്ടിയിലോ ആണ് പോയിരുന്നത്. അത്തരം സാഹചര്യത്തിൽ ഒരു വിദൂര പ്രദേശത്ത് അതിഥിസൽക്കാരം നടത്തുക എന്നത് വളരെയധികം പ്രയാസകരമാണ്. അതുകൊണ്ട് അള്ളാഹു അങ്ങയുടെ ഹൃദയത്തെ ദൃഢപ്പെടുത്തുന്നതിനു വേണ്ടി ആദ്യം തന്നെ പറഞ്ഞിരുന്നു, फरमा दिया था. അറബിയിലുള്ള ഒരു ഇൽഹാമാണ്. അതിന്റെ തർജുമ പ്രകാരമാണ്, ആളുകൾ വളരെയധികം നിന്നിലേക്ക് തിരിയുന്നതായിരിക്കും. അതുകൊണ്ട് നീ അവരോട് वाजिब है ദുസ്വഭാവം കാണിക്കാൻ പാടില്ല എന്ന് നിനക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ ആധിക്യം കണ്ട് നീ തളരുകയും ചെയ്യരുത് എന്നതും നിന്നിൽ നിർബന്ധമാണ്. ഇന്ന് ലോകത്തിന്റെ കോണുകളിൽ ജൽസയുടെ സംഘാടനം ഈ ദൃശ്യം പ്രകടമാക്കുന്നു. ആളുകൾ വളരെയധികം വരുന്നു.
ആത്മീയവും ഭൗതികവുമായ ഭക്ഷണം കരസ്ഥമാക്കുന്നു. ഇവിടെ കാലത്തിന്റെ ഖലീഫയുടെ സാന്നിധ്യം ബ്രിട്ടനിൽ ഉള്ളതുകൊണ്ട് ലോകത്തിന്റെ കോണുകളിൽ നിന്ന് അതിഥികൾ ഇവിടെ വരുന്നു. और सिर्फ വരുന്നതിനുള്ള കാരണം കേവലം ദീനീ അറിവ് കരസ്ഥമാക്കുക എന്നത് മാത്രമാണ്. തങ്ങളുടെ ആത്മീയ ദാഹം ശമിപ്പിക്കുക എന്നതാണ്. ഇന്ന് ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദാസൻ അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ച് നിസ്വാർത്ഥമായി ഒരു വിധത്തിലുള്ള തളർച്ചയും ഇല്ലാതെ നെറ്റിച്ചുളിക്കാതെ ഈ അതിഥികളെ സേവിച്ചുകൊണ്ടിരിക്കുന്നു. की खिदमत कर रहे हैं. ഇത് തന്നെയാണ് നമ്മുടെ നിർബന്ധ കടമയും. ഈ അതിഥികളെ സേവിക്കുക, ജൽസയുടെ സംവിധാനം ഏറ്റവും ഉത്തമമായ നിലയിൽ ആക്കി തീർക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കുക. कोशिश करें. ജൽസയിൽ जलसे पर അനഹ്മദികളും അമുസ്ലിങ്ങളും വരുന്നു. എല്ലായ്പ്പോഴും പ്രവർത്തകരുടെ ജോലി കണ്ട് സ്വാധീനിക്കപ്പെടുന്നു. ഈ കാര്യത്തിൽ അത്ഭുതം കൊള്ളുന്നു. എപ്രകാരമാണ് ചെറിയ ചെറിയ കുട്ടികൾ अपनी जिम्मेदारी തങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നത്, തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി നിർവഹിക്കുന്നത് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി നിർവഹിക്കുന്നു. കഴിഞ്ഞ വർഷം पिछला साल ഒരു അതിഥി मेहमान യുഗാണ്ടയിൽ നിന്ന് വന്നിരുന്നു. അദ്ദേഹം അവിടുത്തെ മന്ത്രി കൂടിയാണ്. പറയുന്നു, लगे कि मैं मेहमान नवाज ഞാൻ അതിഥി സൽക്കാരത്തിന്റെ സംവിധാനം കണ്ട് അത്ഭുതപ്പെട്ടു. എപ്രകാരമാണ് ആളുകൾ रजाकाराना സന്നദ്ധ സേവനം എന്ന നിലയിൽ ഇത്രയധികം ത്യാഗം ചെയ്യുന്നത്. പറയുന്നു, എന്റെ ഭാവനയിൽ പോലും ഉണ്ടായിരുന്നില്ല ഞാൻ അത്തരം ഒരു ജലസയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് പോകുന്നത്. അവിടെ മനുഷ്യരല്ല, മറിച്ച് മലക്കുകളാണ് ജോലി ചെയ്യുന്നതായി കാണുന്നത്. പറയുന്നു, ഒരു സാധനം 20 പ്രാവശ്യം ചോദിച്ചാലും പുഞ്ചിരിച്ചുകൊണ്ട് നൽകുമായിരുന്നു. ഒരുപാട് പേർ ഈ കാര്യം പ്രകടിപ്പിച്ചിരുന്നു. കുട്ടികൾ ഭക്ഷണം നൽകുന്ന ഡ്യൂട്ടിയിൽ ഭക്ഷണം നൽകുമ്പോൾ വളരെയധികം സന്തോഷത്തോടുകൂടിയുള്ള മുഖത്തോടുകൂടിയാണ് നൽകിയിരുന്നത്. ജൽസയുടെ പന്തലിൽ വെള്ളം നൽകുമ്പോൾ വളരെയധികം വിടർന്ന മുഖത്തോടുകൂടി കൂടെ കൂടെ ആവശ്യം ചോദിക്കുകയും വെള്ളം ചോദിക്കുകയും ചെയ്യുമായിരുന്നു. और ये ഇത് കേവലം പ്രത്യേകം അതിഥികൾക്ക് മാത്രമുള്ളതല്ല, മറിച്ച് എല്ലാ അതിഥികൾക്കും ഉള്ളതാണ്. का सलूक था. ഈ പ്രവർത്തകരുടെ പെരുമാറ്റം സേവന വികാരത്തിന്റെ ഈ ഒരു ഗുണമാണ് അഹമ്മദിയ ജമാഅത്തിന്റെ ഓരോ പ്രവർത്തകന്റെയും പ്രത്യേകത. हर कार അങ്ങനെയാണ് ആയിരിക്കേണ്ടതും. और होना चाहिए. ഈ പ്രത്യേക ഗുണം खास वक्त എല്ലാ പ്രവർത്തകരും उनने എല്ലായ്പ്പോഴും ജീവസുറ്റതാക്കി നിലനിർത്തണം. चाहे वो അവർ ഏത് വകുപ്പിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും ശരി. നമ്മുടെ ജൽസയുടെ അതിഥികൾ വരുമ്പോൾ അവർക്ക് വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെടേണ്ടതായി വരുന്നു. शोबों से पड़ता है. വരുമ്പോൾ തന്നെ അവർക്ക് സ്വീകരണ വകുപ്പുമായി ബന്ധപ്പെടേണ്ടതായി വരുന്നു. സ്വീകരണ വകുപ്പ് പൊതുവിൽ അതിഥികളെ വളരെ നല്ല നിലയിൽ സ്വീകരിക്കുന്നു. जब सफर करके आता है അതിഥികൾ യാത്ര ചെയ്തു വരുമ്പോൾ तो അവർക്ക് ക്ഷീണം ഉണ്ടാകും. भी होती है. യാത്രക്ക് എത്ര തന്നെ സൗകര്യങ്ങൾ ഉണ്ടായാലും ശരി, ഈ കാലഘട്ടത്തിലും യാത്രയുടെ തളർച്ചയും ക്ഷീണവും ഉണ്ടാകും. അതുകൊണ്ട് സ്വീകരണ വകുപ്പ് ഈ കാര്യം എപ്പോഴും തങ്ങളുടെ മുന്നിൽ വെക്കേണ്ടതാണ്. എയർപോർട്ടിൽ അതിഥികളെ സ്വീകരിക്കുവാനുള്ള വകുപ്പ് പ്രവർത്തിക്കാറുണ്ട്. പൊതുവിൽ വളരെ നല്ല സംവിധാനം അവിടെ ഉണ്ടാകും. എന്നാൽ लेकिन ചില അയൽ രാജ്യങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് അതിഥികൾ വരുന്നു. കാർ മുഖേനയോ ബസ് മുഖേനയോ വരുന്നു. അവർ അനേകം മണിക്കൂറുകൾ യാത്ര ചെയ്തായിരിക്കും വരുന്നത്. ക്ഷീണവും ഉണ്ടാകും. അതുകൊണ്ട് ഈ വരുന്നവർ ജമാഅത്തി താമസ സ്ഥലത്താണ് താമസിക്കുന്നത് എങ്കിൽ അവിടെയുള്ള സംഘാടകർ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കാര്യം ഓർക്കേണ്ടതാണ്. തങ്ങളുടെ സഹോദരനെ പുഞ്ചിരിച്ചുകൊണ്ട് നേരിടുക. ഇത് സദക്കയാണ്. सदका है മറ്റൊരവസരത്തിൽ അവിടുന്ന് ഇതുകൂടി പറഞ്ഞു, कि നിസ്സാര നന്മയെ പോലും അവഗണിക്കരുത്. തന്റെ സഹോദരനെ പുഞ്ചിരിച്ചുകൊണ്ട് നേരിടുക എന്നതും നന്മയാണ്. നോക്കുക, देखें ഇസ്ലാമിക അധ്യാപനം तालीम എത്ര മനോഹരമായ അധ്യാപനമാണ്. അതിഥികളെ ബഹുമാനിക്കാൻ അല്ലാതെ തന്നെ കൽപ്പനയുണ്ട്. हुक्म है. ആ കൽപ്പനക്ക് പ്രതിഫലമുള്ള കൽപ്പനയാണ്.
പിന്നീട് ഈ അതിഥി സൽക്കാരം നടത്തുന്നത് വരുന്നവരോട് കേവലം പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുക എന്നത്, मुस्कुरा कर बात कर लेना, ഇത് ये സദക്ക ചെയ്യുന്നത് പോലുള്ള ഒരു പ്രവൃത്തിക്ക് തുല്യമായതാണ്. ഈ പ്രവൃത്തിയെ इसके फेल സദക്കക്ക് തുല്യമായി നിശ്ചയിച്ചുകൊണ്ട് പ്രതിഫലത്തിനും കാരണമാക്കി തീർത്തിരിക്കുന്നു. उस सवाब ഇരട്ടി പ്രതിഫലത്തിന്, ഒന്ന് അതിഥി സൽക്കാരത്തിനുള്ള പ്രതിഫലം, മറ്റൊന്ന് സൽസ്വഭാവത്തോടുകൂടി പെരുമാറി സദക്കയുടെ പ്രതിഫലം. സ്നേഹത്തോടുകൂടി സംസാരിക്കുന്നത്, നല്ല സ്വഭാവത്തോടുകൂടി സംസാരിക്കുന്നത് നന്മയിൽ എണ്ണപ്പെടുന്നു. നന്മയ്ക്കുള്ള പ്രതിഫലം എത്ര നൽകണമെന്ന കാര്യം അള്ളാഹുവാണ് നല്ലവണ്ണം അറിയുന്നവൻ. അതുപോലെ വഴി കാണിച്ചു കൊടുക്കുന്നതും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഒരു സദക്കയാണ്. जो शोभा ഈ ജോലിക്കായി നിശ്ചയിച്ചിരിക്കുന്ന വകുപ്പ് അവരും ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. യാത്ര ചെയ്തു വന്ന യാത്രക്കാരനോട് ഒന്നാമതായി നല്ല സ്വഭാവത്തോടുകൂടി പെരുമാറുക, फिर मुआवनीन के जरिए उन्हें പിന്നീട് വോളണ്ടിയർമാർ മുഖേന അവരവരുടെ താമസ സ്ഥലത്തെത്തിക്കുക, പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളുമാകുമ്പോൾ. അതായത് കേവലം സ്ത്രീകൾ മാത്രമാണുള്ളത് എങ്കിൽ, പുരുഷന്മാർ അവരോടൊപ്പം ഇല്ല എങ്കിൽ, കുട്ടികളാണ് അവരോടൊപ്പം ഉള്ളത് എങ്കിൽ അവരെ താമസ സ്ഥലം വരെ എത്തിക്കുക എന്നത് സ്വീകരണ വകുപ്പിന്റെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പിന്റെ ജോലിയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. बाज़ दफ़ा सामान वगैरह उठाने के लिए ज़रूरत पड़ जाती है। ചില സമയത്ത് സാധനങ്ങളും മറ്റും എടുക്കേണ്ടതായി വരും, അവരെ സഹായിക്കേണ്ടതാണ്. അതുപോലെ പുഞ്ചിരിച്ചുകൊണ്ട് നല്ല സ്വഭാവത്തോടുകൂടി സംസാരിക്കുക എന്നത് കേവലം സ്വീകരണ വകുപ്പിന് മാത്രമല്ല, മറിച്ച് എല്ലാ വകുപ്പുകളിലും പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ഈ കാലത്തെ അവസ്ഥകൾ കാരണം എയിംസ് കാർഡ് കൂടെ വെക്കേണ്ടത് നിർബന്ധമാണ്. പുറത്തുനിന്ന് വരുന്ന ചിലർ സാക്ഷ്യപ്പെടുത്തുന്ന കത്തും മറ്റുമായിട്ടാണ് വരുന്നത്. लेकर आते हैं പിന്നീട് അവർക്ക് ഇവിടെ വെച്ച് कि जैसे कार्ड കാർഡ് തയ്യാറാക്കി നൽകുന്നു. ചില സമയത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും വരുന്നു. സാക്ഷ്യപ്പെടുത്തിയ കത്ത് ഉണ്ടായിരിക്കുകയില്ല. അത്തരം അവസ്ഥകളിൽ തൃപ്തി കൈവരുത്തുക എന്നത് വളരെയധികം അനിവാര്യമാണ്. ഏതുവരെ തൃപ്തികരമല്ലയോ അതുവരെ കാർഡ് തയ്യാറാക്കി നൽകാൻ സാധ്യമല്ല. कार्रवाई होनी चाहिए। സാക്ഷ്യപ്പെടുത്തുക എന്നതിനുള്ള നടപടികൾ നടന്നിരിക്കണം. में आने वाले എന്നാൽ खुल्की से पेश आना, उसके इंतजार ഈ ഒരു സമയത്ത് വരുന്നവരോട് നല്ല സ്വഭാവത്തോടുകൂടി പെരുമാറുക എന്നതും നടപടികൾക്കായി കാത്തിരിക്കുന്നതിന് ഉചിതമായ സംവിധാനം ഒരുക്കുക എന്നതും വളരെ അത്യാവശ്യമാണ്. ചില സമയത്ത് ചെറിയ കുട്ടികൾ ഉണ്ടായിരിക്കും. बेचैन हो रहे होते हैं। അവർ നീണ്ട കാത്തിരിപ്പ് കാരണം അസ്വസ്ഥപ്പെടും. ഒന്നാമതായി വരുന്ന അതിഥികളും ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ജൽസയിൽ വരുമ്പോൾ ജമാഅത്തിന്റെ സാക്ഷ്യത്തോടു കൂടിയാണ് വരേണ്ടത്, അല്ലെങ്കിൽ എയിംസ് കാർഡുമായിട്ടാണ് വരേണ്ടത്. ഇനി അഥവാ ഏതെങ്കിലും കാരണം കൊണ്ട് അതെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ ബന്ധപ്പെട്ട വകുപ്പ് നടപടിയെടുക്കുന്ന സമയത്ത് അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി നൽകുക. कि वो आराम से बैठ ഇതുപോലെ ഞാൻ പറഞ്ഞു, അവർക്ക് നല്ലപോലെ ഇരിക്കാൻ സാധിക്കുന്ന സംവിധാനം ഒരുക്കുക. പിന്നെ ഭക്ഷണത്തിന് അതിഥി സൽക്കാരവുമായി ബന്ധമുണ്ട്. അതിൽ ജമാഅത്തിന്റെ താമസ സ്ഥലങ്ങളിൽ താമസിക്കുന്ന അതിഥികൾ അവർ 2 നേരം അല്ലെങ്കിൽ 3 നേരം ഭക്ഷണം കഴിക്കുന്നത് उसकी मेहमान नवाजी जरूरी है। लेकिन जलसे ആ അതിഥി സൽക്കാരം നിർബന്ധമാണ്. എന്നാൽ ജൽസയുടെ 3 ദിവസങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാ അതിഥികളും പൊതുവിൽ ജൽസ കേൾക്കാൻ വരുന്നവർ ഏറ്റവും ചുരുങ്ങിയത് ഉച്ചഭക്ഷണം ജമാഅത്തി സംവിധാനത്തിന് കീഴിലാണ് കഴിക്കുന്നത്. खाता है അതിൽ ഭക്ഷണം കഴിപ്പിക്കുന്ന ഓഫീസർമാരും വോളണ്ടിയർമാരും और मुआवनी ഈ കാര്യം ശ്രദ്ധിക്കുക. बात का ख्याल रखें। അതിഥികളോട് നല്ല സ്വഭാവത്തോടുകൂടി പെരുമാറുക. സൽസ്വഭാവത്തോടുകൂടി പെരുമാറുക എന്നത് അതിഥിയുടെ അവകാശമാണ്, हक है, ആതിഥേയന്റെ നിർബന്ധ കടമയാണ്. फर्ज है। ചില ആളുകൾ ഭക്ഷണകാര്യത്തിൽ പ്രവർത്തകരെ പ്രയാസത്തിൽ അകപ്പെടുത്തുന്നു, വിവിധ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു, അത് വേണം ഇത് വേണം എന്ന് പറയുന്നു. എന്നാലും പ്രവർത്തകർ സഹിക്കേണ്ടതാണ്. ഭക്ഷണം എന്ന് പറയുന്നത് चीज है അതിൽ ഭക്ഷണം നൽകുന്ന ആളുടെ അനുചിതമായ രീതി അല്ലെങ്കിൽ അനാവശ്യമായ നിസ്സാര അഭിപ്രായം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നത് അതിഥിയുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ साहबा അതിഥികളുടെ അതിഥി സൽക്കാരം നടത്തുമ്പോൾ
ഏതു വിധത്തിലുള്ള മാതൃകയാണ് കാണിച്ചിരുന്നത്, जो हमेशा അത് എല്ലായ്പ്പോഴും സ്വർണ്ണലിപികളാൽ രേഖപ്പെടുത്തുന്നതായിരിക്കും. ഒരു സഹാബിയോട് അതിഥിയെ തന്നോടൊപ്പം കൊണ്ടുപോകാനും ഭക്ഷണം കഴിപ്പിക്കാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം നൽകിയപ്പോൾ അദ്ദേഹം वो आपके അങ്ങയുടെ കൽപ്പന പ്രകാരം ആ അതിഥിയെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഭാര്യ പറഞ്ഞു, വീട്ടിൽ അല്പം ഭക്ഷണമാണുള്ളത്, खाना है, അതും കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. ഭാര്യയും ഭർത്താവും പരസ്പരം അഭിപ്രായം ആരാഞ്ഞു. കുട്ടികളെ ഏതെങ്കിലും വിധത്തിൽ ഉറക്കുക, പിന്നീട് അതിഥിക്ക് ഭക്ഷണം നൽകുമ്പോൾ വിളക്ക് അല്ലെങ്കിൽ പ്രകാശം അണക്കുകയും ചെയ്യുക. वो भी बुझा दो എന്നിട്ട് और खुद വീട്ടുകാർ ഇരുട്ടിൽ അവരും ഭക്ഷണം കഴിക്കുന്നത് പോലെ പ്രകടിപ്പിക്കുക. वो भी खाना खा रहे हैं. അതിഥി നല്ല നിലയിൽ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി. അദ്ദേഹത്തിന് വീട്ടുകാർ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് തോന്നരുത്. ഏതായാലും ഈ തന്ത്രത്തിലൂടെ അതിഥിക്ക് വീട്ടുകാർ चला ഈ വിധത്തിലാണ് അതിഥി സൽക്കാരം നടത്തിയത് എന്നറിയാൻ സാധിച്ചില്ല. അതിഥി നല്ല നിലയിൽ ഭക്ഷണം കഴിച്ചു. രാവിലെ അൻസാരി സഹാബി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ ഹാജരായപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ രാത്രിയിലെ പ്രവൃത്തിയും തന്ത്രവും കാരണം അള്ളാഹു പോലും ചിരിച്ചുപോയി. हस्ती ഈ ത്യാഗം कुर्बानी ആ കുടുംബം നൽകിയത് खान ने इसलिए दी അതിഥി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിഥിയായിരുന്നു എന്നതുകൊണ്ടാണ്. പ്രത്യേകിച്ച് खासतौर पर പൊതുവിൽ സഹാബാക്കൾ അതിഥികളെ സൽക്കരിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രത്യേകമായ പെരുമാറ്റം അദ്ദേഹവുമായി ഉണ്ടാകാനുള്ള കാരണം ഇതായിരുന്നു. ഇന്ന് നമ്മുടെ ഓരോ പ്രവർത്തകരും ത്യാഗം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ ഈ വികാരത്തോടുകൂടി ഈ ത്യാഗം ചെയ്യേണ്ടതാണ്. देनी चाहिए അവർ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ वसल्लम के സത്യസന്ധനായ ദാസന്റെ नाम सादिक के मेहमानों की खिदमत कर അതിഥികൾക്കാണ് സേവനം ചെയ്യുന്നത്. गो के ഈ വിശപ്പിന്റെ ത്യാഗം, कुर्बानी തങ്ങളുടെ ഭക്ഷണം അതിഥിക്ക് നൽകേണ്ട ത്യാഗം, खाना में ഏതുവരെ എന്നാൽ की कुर्बानी കുട്ടികളെ ताकि പട്ടിണിയോടുകൂടി ഉറക്കേണ്ടി വരുന്ന ത്യാഗം വളരെ വലിയൊരു ത്യാഗമാണ്. कुर्बानी है ഇന്ന് ഈ ത്യാഗം ചെയ്യേണ്ടതായി വരുന്നില്ല. ये नहीं देनी पड़ती. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ से ഹദ്റത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയ വാഗ്ദാനം അനുസരിച്ച് ലോകത്ത് ഇപ്പോൾ എല്ലായിടത്തും എവിടെയാണോ ജമാഅത്ത് സുദൃഢമായ നിലയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്, ലംഗർ നടന്നു വരുന്നു. പ്രത്യേകിച്ച് ജൽസയുടെ ദിവസങ്ങളിൽ ഇതിന് പ്രത്യേകം സംവിധാനം ഉണ്ടാകുന്നു. നാം കേവലം ഇത്രമാത്രം സേവനമാണ് ചെയ്യേണ്ടത്. ലംഗറിൽ നിന്ന് ഭക്ഷണമെടുത്ത് അതിഥിക്ക് മുമ്പിൽ സമർപ്പിക്കണം. पेश कर देना അതിഥിയോട് നല്ല രീതിയിൽ പെരുമാറണം. पेश आना. ഈ കാര്യം കൊണ്ട് और इस बात അള്ളാഹു अल्लाह ताला സന്തോഷിക്കുന്നു. खुश हो जाता है कि इसने जलसे पर आने ഇവർ वाले दीन के लिए सफर करके आने वाले मेहमानों की ജൽസയിൽ വരുന്നവർക്ക് ദീനിന് വേണ്ടി യാത്ര ചെയ്ത് വരുന്ന അതിഥികളെ സേവിച്ചു. ना हो. അഥവാ ശരിയായ രീതിയിൽ അതിസൽക്കാരം നടന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കോപത്തിന്റെ പ്രകടനവും ഉണ്ടാകുന്നു. ഒരവസരത്തിൽ मेहमानों से ചില അതിഥികളോട് അസാധാരണമായ രീതിയിൽ പെരുമാറി. ചിലരെ बाजों को അവഗണിച്ചു. अंदाज किया गया. ഈ പ്രവർത്തികളെല്ലാം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ അതിഥി സൽക്കാരത്തിന്റെ ജോലിയുള്ള ഉദ്യോഗസ്ഥരാണ് ചെയ്തത്. അപ്പോൾ അള്ളാഹു अल्लाह ने ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് രാത്രിയിൽ അറിയിപ്പ് നൽകി. രാത്രിയിൽ കാണിച്ചുകൂട്ടൽ നടന്നു. പ്രകടനാത്മകത ഉണ്ടായി. ശരിയായ രീതിയിൽ അതിഥി സൽക്കാരം നടന്നില്ല. ചില മിസ്കീനുകൾക്ക് ഭക്ഷണം നിഷേധിക്കപ്പെട്ടു. ഈ കാര്യത്തിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വളരെയധികം അനിഷ്ടം കാണിച്ചു. പിന്നീട് സംവിധാനം സ്വയം ഏറ്റെടുത്തു എന്നല്ല ഇതും റിവായത്തിൽ വന്നിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥരെ 6 महीने के लिए 6 മാസത്തേക്ക് കാദിയാനിൽ നിന്ന് തന്നെ പുറത്താക്കി. बस जब खिदमत के लिए സേവനത്തിനായി നാം സ്വയം സമർപ്പിക്കുമ്പോൾ तो फिर बगैर किसी ഒരു വിധത്തിലുള്ള വിവേചനവും ഇല്ലാതെ എല്ലാവർക്കും സേവനം ചെയ്യേണ്ടതാണ്. ജൽസയിൽ വരുന്ന എല്ലാ അതിഥികളും ജൽസയുടെ അതിഥികളാണ്. എല്ലാവരുമായും നല്ല രീതിയിൽ പെരുമാറുക എന്നത്, എല്ലാവരുമായി ഈ നല്ല സ്വഭാവത്തോടുകൂടി പെരുമാറുക എന്നത് നിർബന്ധമാണ്. ഇന്ന ആൾ അമീറാണ്, ഇന്ന ആൾ പ്രത്യേക അതിഥിയാണ്, അതുകൊണ്ട് ഇന്ന സ്ഥലത്ത് ഭക്ഷണം നൽകണം, को नहीं जहाँ भी खाने ഇന്ന ആൾക്ക് നൽകരുത് എന്നില്ല. എവിടെയാണോ ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനമുള്ളത് അവിടെ വെച്ച് ഭക്ഷണം നൽകുക. എന്നാൽ പൊതുവിൽ
അഹമ്മദികൾ എല്ലാവരും ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ഭക്ഷണം കഴിക്കേണ്ടതാണ്. ചില പ്രത്യേക സ്ഥലങ്ങൾ പ്രത്യേക അതിഥികൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് അത് ജമാഅത്തിന് പുറത്തുള്ള ആളുകൾക്ക്, അമുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ അവർ മാത്രം പോകേണ്ടതാണ്. ഈ കാര്യം സംഘാടകർ ശ്രദ്ധിക്കേണ്ടതാണ്. എനിക്കറിയാം, ചില പ്രവർത്തകർ തങ്ങളുടെ പരിചയക്കാരെ, തങ്ങൾ അറിയുന്നവരെ അതിഥികൾക്ക് മാത്രം ഉള്ള സ്ഥലത്ത് ഭക്ഷണം കഴിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്നു. അതുകൊണ്ട് പൊതുവിൽ അവർ അഹമ്മദി ഭാരവാഹികൾ ആയിരുന്നാലും ആരായിരുന്നാലും ശരി, അവർ സാധാരണ അതിഥികളുടെ സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ ദുആയും ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. അള്ളാഹു നമ്മുടെ ഈ ചെറിയ സേവനത്തെ, അതായത് നാം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അതിഥികൾക്ക് വേണ്ടി ചെയ്യുന്നത്, അത് സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രവൃത്തികളും എല്ലാ വിധത്തിലുള്ള കാണിച്ചുകൂട്ടലുകളിൽ നിന്നും മുക്തമായിരിക്കുകയും പൂർണ്ണമായും അള്ളാഹുവിനു വേണ്ടിയായിരിക്കുകയും ചെയ്യട്ടെ. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ചില ദിവസങ്ങളിൽ അതിഥികളുടെ എണ്ണം ഇത്രയധികം ആകാറുണ്ടായിരുന്നു. അവർക്ക് താമസിക്കാനുള്ള സംവിധാനം പോലും പ്രയാസകരമായിരുന്നു. കാരണം കാദിയാൻ ചെറിയൊരു സ്ഥലമായിരുന്നു. എന്നാൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഈ കൽപ്പന പ്രകാരം പരവശനാവുകയും തളരുകയും ചെയ്യരുത് എന്ന കൽപ്പന പ്രകാരം ഒരുവിധ പ്രകടനാത്മകതയും ഇല്ലാതെ അതിഥികൾക്ക് സാധ്യമാകുന്ന എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കി നൽകുമായിരുന്നു. ചില സമയത്ത് അത്തരം അവസരങ്ങളും ഉണ്ടായി. തണുപ്പുകാലത്ത് അതിഥികളുടെ ആധിക്യം കാരണം തന്റെയും തന്റെ മക്കളുടെയും ചൂടുള്ള കിടക്ക അവിടുന്ന് അതിഥികൾക്ക് നൽകി. ഒരവസരത്തിൽ ഇത്രയധികം അതിഥികൾ വന്നു. ഹസ്രത്ത് അമ്മാജാൻ, ഹസ്രത്ത് ഉമ്മുൽ മുഅ്മിനീൻ വളരെയധികം പ്രയാസപ്പെട്ടു. ഇനി അതിഥികൾ എവിടെയാണ് താമസിക്കുക എന്ന് ചിന്തിച്ചു. എങ്ങനെ ഇവർക്ക് വേണ്ടി സംവിധാനം ഒരുക്കും? ഈ അവസരത്തിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് ഒരു കഥ കേൾപ്പിച്ചു. വനത്തിൽ ഒരു യാത്രക്കാരന് രാത്രിയായി, ഇരുണ്ട രാത്രിയായിരുന്നു. സമീപത്തൊരു ഗ്രാമവും ഉണ്ടായിരുന്നില്ല, നഗരവും സ്ഥലവും ഉണ്ടായിരുന്നില്ല. അവിടെ പോയി അയാൾക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടി ആ പാവം ഒരു മരത്തിന് താഴെ രാത്രി കഴിച്ചു കൂട്ടുന്നതിന് വേണ്ടി കിടന്നു. ആ മരത്തിനു മുകളിൽ പക്ഷികളുടെ ഒരു കൂടുണ്ടായിരുന്നു. ആ പക്ഷികൾ ഇപ്രകാരം തീരുമാനിച്ചു. ഇണക്കിളികളായിരുന്നു. നമ്മുടെ വൃക്ഷത്തിന് താഴെ കിടക്കുന്ന ഈ മനുഷ്യൻ ഇന്ന് നമ്മുടെ അതിഥിയാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ അതിഥിസൽക്കാരം നടത്തൽ നമ്മുടെ കടമയാണ്. അതിഥിസൽക്കാര പ്രകാരമാണ് ചെയ്തത്. അവർ തീരുമാനിച്ചു. ആദ്യത്തെ കാര്യം ഇതാണ് ചിന്തിച്ചത്: തണുത്ത രാത്രിയാണ്, നമ്മുടെ അതിഥിക്ക് തണുക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന് തീ കായുന്നതിനായി എന്തെങ്കിലും കാര്യം ഒരുക്കണം. പിന്നീട് അവർ ചിന്തിച്ചു, നമ്മുടെ പക്കൽ മറ്റൊന്നും തന്നെയില്ല. അതുകൊണ്ട് നമ്മുടെ കൂട് പൊളിച്ച് താഴെയിടാം. അതിലെ പുല്ലും ചില്ലകളും മറ്റും കൊണ്ട് അതിഥി തീ കത്തിച്ച് തീ കായുന്നതായിരിക്കും. അങ്ങനെ അവര് തങ്ങളുടെ കൂട് താഴെയിട്ടു. ആ വ്യക്തി അത് കത്തിച്ചു. എന്നിട്ട് തീ കായാൻ തുടങ്ങി. പിന്നീട് പക്ഷികൾ ഇപ്രകാരം തീരുമാനിച്ചു: അതിഥിക്ക് ഭക്ഷണം നൽകാൻ നമ്മുടെ പക്കൽ മറ്റൊന്നും തന്നെയില്ല, നമുക്ക് സ്വയം തീയിൽ വീഴാം. അങ്ങനെ തീയിൽ കിടന്ന് വെന്തു കഴിഞ്ഞാൽ അതിഥിക്ക് നമ്മെ എടുത്ത് ഭക്ഷിക്കാൻ സാധിക്കും. അങ്ങനെ അവർ അപ്രകാരം ചെയ്തു. അങ്ങനെ അതിഥിയുടെ ഭക്ഷണത്തിനുള്ള സംവിധാനം ഒരുക്കി. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ കഥ കേൾപ്പിക്കുന്നതിന്റെ ഉദ്ദേശം ഇതായിരുന്നു: അതിഥികൾ വരുന്നതിൽ പ്രയാസപ്പെടുന്നതിന് പകരം എത്രത്തോളം മനുഷ്യന് സാധിക്കുമോ ത്യാഗം ചെയ്തുകൊണ്ടും അതിഥി സൽക്കാരം നടത്തേണ്ടതാണ്. ഇത് നമുക്കെല്ലാവർക്കുമുള്ളൊരു പാഠമാണ്. പ്രത്യേകിച്ച് തങ്ങളെ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നവർക്ക് തങ്ങളുടെ മേലുള്ള ഡ്യൂട്ടിയുടെ കടമ നിറവേറ്റുന്നതിന് വേണ്ടി പൂർണ്ണമായും ശ്രമിക്കുക. ഡ്യൂട്ടികളിൽ ഒരുപാട് ഡ്യൂട്ടികളുണ്ട്, വിവിധ വകുപ്പുകളുണ്ട്. ഉദാഹരണമായി കാർ പാർക്കിങ്ങിന്റെ ഒരു വകുപ്പുണ്ട്. ഇത് വളരെ സുപ്രധാനമായൊരു വകുപ്പാണ്. ചില സമയത്ത് അതിഥികൾ ഇവിടെ തെറ്റായ രീതിയും അവലംബിക്കുന്നു. പ്രവർത്തകരുടെ നിർദ്ദേശം അനുസരിച്ച് പാർക്കിംഗ് ചെയ്യാതിരിക്കാൻ ശാഠ്യം പിടിക്കുന്നു. തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പാർക്കിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത്തരം അവസരത്തിൽ പ്രവർത്തകൻ പരമാവധി അയാളെ നല്ല നിലയിൽ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതാണ്. പിന്നീട് തന്റെ ഉയർന്ന ഓഫീസറെ അറിയിക്കുക.
കഴിഞ്ഞ വർഷവും അത്തരം പരാതികൾ വന്നിരുന്നു. कार पर आने वाली बात ख्वातीन या चंद औरतें കാറിൽ വന്ന ചില സ്ത്രീകൾ, ഏതാനും സ്ത്രീകൾ പറഞ്ഞു, ഞങ്ങൾ കാർ മുന്നോട്ട് കൊണ്ടുപോകും. അവിടെ ഡ്യൂട്ടിക്കാരുമായി കൈപ്പേറിയ സംസാരം നടന്നു. തീർച്ചയായും തങ്ങളുടെ കടമകൾ നിറവേറ്റുക എന്നത് ഓരോ പ്രവർത്തകന്റെയും ഉത്തരവാദിത്വമാണ്. ഇന്നത്തെ അവസ്ഥയിൽ आजकल के हालात വളരെയധികം ജാഗ്രത കൈക്കൊള്ളേണ്ടതിന്റെ ആവശ്യമുണ്ട്, പ്രത്യേകിച്ച് പാർക്കിങ്ങിൽ. എന്നാൽ അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞതുപോലെ मैंने कहा സ്വഭാവ ഗുണത്തിന്റെ പ്രകടനവും ഉണ്ടായിരിക്കണം. अगर तो कोई അഥവാ ആരുടെയെങ്കിലും ശരിയായ ആവശ്യമാണ് എങ്കിൽ, ആരെങ്കിലും രോഗിയോ മറ്റോ तो उसे आराम से समझाएं, മറ്റേതെങ്കിലും കാരണമോ ഉണ്ടെങ്കിൽ वाला अफसर को അവരെ മെല്ലെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക. പറയുക, ഞാൻ എന്റെ മേലുദ്യോഗസ്ഥനെ വിളിക്കാം, അദ്ദേഹം നിങ്ങൾക്കായി എന്തെങ്കിലും സൗകര്യം ഒരുക്കി തരും. എന്നാൽ ഈ കാലയളവിൽ ഈ ഒരു അപേക്ഷയും നടത്തുക. നിങ്ങൾ ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുക. അതിഥികൾ അവരുമായി സഹകരിക്കുകയും ചെയ്യേണ്ടതാണ്. കാരണം മറ്റു ട്രാഫിക്കിനെ ഇത് ബാധിക്കാതിരിക്കാൻ. കാരണം ചില സമയത്ത് ഈ തർക്കത്തിലും കലഹത്തിലും കാറുകളുടെ നീണ്ട ക്യൂ ഉണ്ടാകുന്നു. മറ്റുള്ളവരെ ഇത് ബാധിക്കുന്നു. പിന്നീട് ജൽസയുടെ നടപടിക്രമം ആരംഭിച്ചതിനു ശേഷം ആളുകൾ ജൽസാഗാഹിൽ വരുമ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകൾ ഡിസ്റ്റർബ് ആകുന്നു. കഴിഞ്ഞ ജൽസയിൽ മുന്നിൽ വന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരവും സാധ്യമായ വശങ്ങളും സംഘാടകർ പരിഹരിക്കേണ്ടതും पहलुओं का ഏതൊരു വകുപ്പിന്റെ കീഴിലാണോ ഈ പ്രശ്നം ഉള്ളത് അവരും പരിശോധിക്കേണ്ടതാണ്. मसला हो उसको भी जायजा लेना चाहिए और फिर अफसर जलसा सालाना को പിന്നീട് അഫ്സർ ജൽസ സാലാനക്ക് അറിവ് നൽകേണ്ടതാണ് എപ്രകാരമാണ് ഇത് പരിഹരിക്കാൻ സാധിക്കുക. കാരണം ഇപ്രാവശ്യം ഏറ്റവും ചുരുങ്ങിയ നിലയിൽ പ്രശ്നങ്ങൾ മാത്രം ഉണ്ടാകുന്നതിന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ ഏറ്റവും ചുരുങ്ങിയ പ്രശ്നങ്ങൾ മാത്രം ഉണ്ടാകുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടതാണ്. സ്കാനിങ്ങിലും ചെക്കിങ്ങിനും വേണ്ടിയും എല്ലാ ജാഗ്രതയോടും കൂടി സംവിധാനം ഉണ്ടായിരിക്കേണ്ടതാണ്. നീണ്ട സമയം ആളുകൾക്ക് കാത്തിരിക്കേണ്ടതായി വരരുത്. അവർക്ക് ഒരു വിധത്തിലുള്ള പ്രയാസവും ഉണ്ടാകരുത്. പ്രവേശന കവാടത്തിലും ജൽസയുടെ എൻട്രൻസിലും കൂടെ കൂടെ ഈ അനൗൺസ്മെന്റും നടത്തുക. വരുന്നവർ തങ്ങളുടെ കാർഡ് മുന്നിൽ വെക്കുക, ക്യൂ പാലിക്കുകയും ചെയ്യുക. പെട്ടെന്നും വേഗത്തിലും ആളുകൾക്ക് കടന്നു പോകാൻ സാധിക്കുന്നതിനു വേണ്ടി. ഇതുപോലെ തന്നെ ബാത്റൂമുകളുടെ ശുചിത്വം നടത്തുന്ന പ്രവർത്തകരുണ്ട്. സ്ത്രീകളിലും പുരുഷന്മാരിലും ഇവർ ചിലപ്പോൾ പ്രയാസത്തിൽ അകപ്പെടുന്നു. ആളുകൾ ഒരുപാട് മാലിന്യം വലിച്ചെറിയുന്നു. അഥവാ വളണ്ടിയർമാർ കൂടെ കൂടെ അനൗൺസ്മെന്റ് നടത്തി ശ്രദ്ധിപ്പിച്ചാൽ ശുചിത്വ കാര്യത്തിലും ശ്രദ്ധിക്കുക. ശുചിത്വവും വിശ്വാസത്തിന്റെ ഭാഗമാണ്. ईमान का हिस्सा है। അതുകൊണ്ട് തങ്ങളുടെ പരിസരവും വൃത്തിയാക്കി വെക്കുക. साफ रखें, ബാത്റൂമുകളും വൃത്തിയാക്കി വെക്കുക. खानों को भी साफ അഥവാ അത് അതിഥികൾ തന്നെ ചെയ്യുകയാണെങ്കിൽ അതൊരു കുഴപ്പവും ഇല്ല. പൊതുവിൽ ആളുകൾ സഹകരിക്കാറുണ്ട്. करते हैं। ഈ റിപ്പോർട്ടാണ് കഴിഞ്ഞ വർഷം ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇനി ആരെങ്കിലും സഹകരിച്ചില്ല എങ്കിൽ പോലും പ്രവർത്തകർ സ്വയം വൃത്തിയാക്കുക. ഇത് തന്നെയാണ് അവരുടെ ഡ്യൂട്ടിയും. ഈ കാര്യം ശ്രദ്ധിക്കുക. ഒരു വിധത്തിലുള്ള ദുസ്വഭാവത്തിന്റെ പ്രകടനവും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടുള്ളതല്ല. ഒരിക്കലും തന്നെ അവർ ക്ഷമയുടെ കോന്തല കൈവിടാൻ പാടില്ല. അതുപോലെ തന്നെ जलसागाह की अमूमी सफाई के ജൽസാഗാഹിന്റെ പൊതുവിലുള്ള बाद अगर कोई गंद जलसे के इलाके में देखें ശുചിത്വത്തിന്റെ ജോലിയും പ്രവർത്തകരുടെ ജോലിയാണ്. ജൽസയുടെ പ്രദേശത്ത് ഏതെങ്കിലും മാലിന്യം കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ നീക്കം ചെയ്യുക. സ്ത്രീകളുടെ ഭാഗത്തും പുരുഷന്മാരുടെ ഭാഗത്തും. ചിലപ്പോൾ കുട്ടികൾ ഗ്ലാസും റാപ്പറും മറ്റും വലിച്ചെറിയുന്നു, ഡബ്ബയും മറ്റും വലിച്ചെറിയുന്നു. എന്നാൽ ചിലപ്പോൾ വലിയവരും അത്തരക്കാരുണ്ട്, ശ്രദ്ധിക്കാറില്ല. അതിന്റെ तो वाइंड अप करने वाले कारकुनों को आसानी हो जाती है। വൃത്തിയാക്കൽ അപ്പോൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ വൈൻഡപ്പ് ചെയ്യുന്ന പ്രവർത്തകർക്ക് എളുപ്പമായി തീരും. കാരണം ഈ പ്രദേശത്ത് കേവലം അവിടെ നിന്ന് പന്തൽ അഴിച്ചെടുക്കുക, വലിയ വലിയ സാധനങ്ങൾ എടുക്കുക എന്നത് മാത്രമല്ല ജോലി, മറിച്ച് അവിടെ നിന്ന് എല്ലാ വിധത്തിലുള്ള മാലിന്യവും എടുത്തു കളയുക എന്നതും എല്ലാ പേപ്പറുകളും എടുത്തു കളയുക എന്നതും നിർബന്ധമാണ്. അപ്പോഴാണ് കൗൺസിൽ ക്ലിയറൻസ് നൽകുന്നത്. ഏതായിരുന്നാലും ഈ കാര്യത്തിലേക്കും അതിഥികളെ കൂടെ കൂടെ ശ്രദ്ധിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. कि टिन डब्बे वगैरह डस्टबिन में फेंक ടിന്നും ഡബ്ബയും മറ്റും ഡസ്റ്റ്ബിന്നിൽ
കളയുക, അവിടെയും ഇവിടെയും ഇടുന്നതിനു പകരം. ജൽസയുടെ തർബീയത്തിന്റെ വകുപ്പ് ഈ കാര്യത്തിന്റെ അടിസ്ഥാനത്തിലും പ്രവർത്തന നിരതമായിരിക്കേണ്ടതാണ്. ആളുകൾക്ക് പങ്കെടുക്കാനായി വരുന്നവർക്ക് ജൽസയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കണം. തീർച്ചയായും തങ്ങളെ സേവനത്തിനായി സമർപ്പിക്കുന്ന പ്രവർത്തകർ അവരുടെ നിർബന്ധ കടമയാണ് നിസ്വാർത്ഥമായി സേവനം ചെയ്യുക എന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഞാൻ മുമ്പും പറഞ്ഞതുപോലെ പൊതുവിൽ പ്രവർത്തകർ ഈ ഒരു വികാരാവേശത്തിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ചിലർ തെറ്റായ രീതിയും കാണിക്കുന്നു. അവർ എല്ലായ്പ്പോഴും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉപദേശം ഓർക്കേണ്ടതാണ്. അത് ഞാൻ മുമ്പും വിവരിച്ചു. എല്ലാ അവസ്ഥയിലും സത്സ്വഭാവം പ്രകടമാക്കേണ്ടതാണ്. അതുപോലെ എല്ലാ പ്രവർത്തകരും പൊതുവിൽ എല്ലാ സമയത്തും ജാഗരൂകരായിരിക്കുകയും ചെയ്യുക. സെക്യൂരിറ്റി എന്നത് കേവലം സെക്യൂരിറ്റി ജോലിക്കാരുടെ മാത്രം പ്രവൃത്തിയല്ല, മറിച്ച് എല്ലാ വകുപ്പിലെയും എല്ലാ പ്രവർത്തകരും താങ്കളുടെ സാഹചര്യത്തിൽ മേൽനോട്ടം നടത്തുന്നവരായിരിക്കണം. പ്രവർത്തകർ ഈ കാര്യം ഓർക്കേണ്ടതാണ്. ജൽസ കഴിഞ്ഞതിനു ശേഷം അവിടെ കേവലം വൈൻഡപ്പിന്റെ പ്രവർത്തകർ മാത്രമല്ല അവശേഷിക്കേണ്ടത്, മറിച്ച് എല്ലാ പ്രവർത്തകരും അതുവരെ ജൽസാഗാഹിൽ തന്നെ നിൽക്കേണ്ടതാണ്. ആർക്കൊക്കെയാണോ അവിടെ ഡ്യൂട്ടി ഉള്ളത്, ഏതുവരെ അവിടെ ഒരു അതിഥിയെങ്കിലും ബാക്കിയുണ്ടോ, അല്ലെങ്കിൽ ഏതുവരെ അവരുടെ ബന്ധപ്പെട്ട ഓഫീസർ അവർക്ക് അവധി നൽകുന്നില്ലയോ, ഇനി നിങ്ങൾക്ക് പോകാം എന്ന് പറയുന്നില്ലയോ. ഏറ്റവും പ്രധാനമായും പ്രവർത്തകരും പൊതുവിൽ എല്ലാ ജമാഅത്ത് അംഗങ്ങളും ഈ ദുആ ചെയ്യേണ്ടതാണ്. അല്ലാഹു എല്ലാവർക്കും ഏറ്റവും ഉത്തമമായ നിലയിൽ തങ്ങളുടെ കടമകൾ നിറവേറ്റാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ജൽസാഗാഹിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന എല്ലാ പ്രവർത്തകർക്കും അവരെ എല്ലാവിധത്തിലും സുരക്ഷിതനാക്കി വെക്കുമാറാകട്ടെ. ചില സമയത്ത് വലിയ ഭാരമുള്ള ജോലികൾ ചെയ്യേണ്ടതായി വരും. ചിലർക്ക് ചിലപ്പോൾ പരിക്ക് പറ്റാനുള്ള സാധ്യതയുമുണ്ട്. അള്ളാഹു എല്ലാവിധത്തിലും എല്ലാവരെയും സുരക്ഷിതമാക്കി വെക്കട്ടെ. അള്ളാഹു ജൽസയെ എല്ലാവിധത്തിലും അനുഗ്രഹീതവും വിജയപ്രദവുമാക്കി തീർക്കട്ടെ. ഏതെങ്കിലും എതിരാളുടെയും ദുഷ്പ്രകൃതക്കാരന്റെയും ഷർറിൽ നിന്ന് അള്ളാഹു ജമാഅത്തിനെ എല്ലാവിധത്തിലും സുരക്ഷിതമാക്കി വെക്കട്ടെ. അള്ളാഹു എല്ലാ പ്രവർത്തകർക്കും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജൽസയിൽ വന്നിരിക്കുന്ന അതിഥികൾക്ക് ഉത്തമമായ നിലയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. സൽ സ്വഭാവത്തോടുകൂടി സേവനം ചെയ്തുകൊണ്ടിരിക്കുമാറാകട്ടെ. പ്രവർത്തകർ അവർ സേവനത്തിന്റെ ഉന്നതമായ നിലവാരം കരസ്ഥമാക്കിയവരാണ്. ഏതൊരു നിലവാരത്തിലാണോ അവർ എത്തിയിരിക്കുന്നത്, അതിനേക്കാൾ ഉയർന്ന നിലവാരം ഓരോ തവണയും കാണിക്കുന്നവരായി തീരട്ടെ. ഇപ്രാവശ്യവും മുമ്പത്തേക്കാൾ ഉപരിയായി സേവനം ചെയ്യുന്നവരായി തീരട്ടെ. ഇതിൽ ഒരിക്കലും കുറവുണ്ടാകാൻ പാടില്ല. നമ്മുടെ ഓരോ ചുവടും എല്ലായ്പ്പോഴും മുന്നോട്ട് ഗമിക്കുന്നതായിരിക്കണം. അത്തരം സേവനം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ ദൃഷ്ടിയും പതിയുന്നു. അള്ളാഹു എല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون.
اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.